എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ചക്കക്കുരു കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ്. ഇപ്പോൾ ചക്കക്കാലമല്ലേ, ചക്ക കൊണ്ടും ചക്കക്കുരു കൊണ്ടും ഒരുപാട് റെസിപ്പികൾ നമുക്ക് ഉണ്ടാക്കാം. അതിലൊരു റെസിപ്പിയാണ് ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത്. ചക്കക്കുരു ചിക്കൻ മസാല. ചക്കക്കുരു ചിക്കൻ മസാല പോലെ എങ്ങനെയാണ് വെക്കുന്നതെന്നാണ് കാണിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായിട്ട് ഞാൻ ഒരു പ്ലേറ്റ് ചക്കക്കുരു എടുത്തിട്ടുണ്ട്. ആ ചക്കക്കുരു തൊലി കളഞ്ഞ് രണ്ടായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇത് നമുക്ക് വേണ്ടത് ഒരു വലിയ 2 വലിയ ഉള്ളി, കരിയാപ്പില, ഇഞ്ചി ചതച്ചത്, വെളുത്തുള്ളി, തേങ്ങക്കൊത്ത്, 2 പച്ചമുളക്. അരപ്പിനാവശ്യമായിട്ട് നമുക്ക് വേണ്ടത് ഒരു 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിരിയം മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവാണെങ്കിൽ എരിവ് വേണമെങ്കിൽ എരിവുള്ളത് ചേർക്കാം. എനിക്ക് എരിവ് തീരെ കുറവുള്ളതുകൊണ്ട് ഞാനത് ഈ പിരിയം മുളക് പൊടിയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ മല്ലിപ്പൊടി 2 ടേബിൾ സ്പൂണ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല, ഒരു വലിയ ടേബിൾ സ്പൂൺ ചിക്കൻ മസാല. ഞാൻ ഈ ചിക്കൻ മസാല എടുത്തിരിക്കുന്നത് ഇതെന്താ ഇതാണ് ഈസ്റ്റേണിൻ്റെ ചിക്കൻ ഡബിൾ ഫോഴ്സിൻ്റെ ചിക്കൻ മസാലയാണ് എടുത്തേക്കുന്നത്. ചിക്കൻ മസാല ഇതാണ് എടുത്തേക്കുന്നത്. അപ്പോൾ നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം. ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്ക് പോലെ, ഒരു 10 വയസ്സുള്ള കൊച്ചിന് പോലും ഉണ്ടാക്കാവുന്ന രീതിയിലാണ്. അതിനകത്തൊന്നും നമുക്ക് എണ്ണയിൽ വഴറ്റുക ഒന്നും വേണ്ട. നമ്മൾ ആദ്യം ഈ ചക്കക്കുരു ഇട്ട് കൊടുക്കുകയാണ്. ചക്കക്കുരു ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരുപാട് ഔഷധ ഗുണങ്ങളുള്ള ചക്കക്കുരു, വിറ്റമിൻസിൻ്റെയും ആൻറ്റി ഓക്സിഡൻസിൻ്റെ ഒരു കലവറയാണ് ചക്കക്കുരു. പല രോഗപ്രതിരോധ ശക്തി, കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടുവാനും, ഗട്ട് ഹെൽത്തിനും, നമ്മുടെ പിന്നെ വയറിലെ കോൺസ്റ്റിപ്പേഷൻ തടയുവാനും, അതുപോലെ തന്നെ ലിവർ ഡീറ്റോക്സിഫിക്കേഷനും ഒക്കെ നല്ലതാണിത്. ഒരുപാട് ഗുണങ്ങളുണ്ട്. അപ്പോൾ എല്ലാവരും ഈ സമയത്ത്, ചക്ക കിട്ടുന്ന സമയത്ത് ഉപയോഗിക്കുക. നമുക്കിത് ആദ്യം ഇട്ട് കൊടുക്കുന്ന ഉള്ളിയാണ്. ഉള്ളി ഇട്ട് കൊടുക്കുകയാണ്. തേങ്ങാക്കൊത്തിട്ട് കൊടുത്തു, പച്ചമുളക് ഇട്ട് കൊടുത്തു, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കരിയാപ്പില ഇട്ട് കൊടുത്തു, എല്ലാം ഇട്ട് കൊടുത്തു. ഇനിയും അരപ്പിട്ട് കൊടുക്കാം. അരപ്പിട്ട് കൊടുക്കുകയാണ്. അരപ്പിട്ട് കൊടുത്തു. അല്പം വിനീഗർ ചേർക്കുക, 1 സ്പൂൺ. ടൊമാറ്റോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടൊമാറ്റോ ചേർക്കാം. ടൊമാറ്റോ ഇല്ലാത്തതുകൊണ്ട് 1 ടീസ്പൂൺ, ഒത്തിരി ഒഴിക്കരുത്, 1 ടീസ്പൂൺ വിനീഗർ ഒഴിച്ചു. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. നമ്മൾ ഉപ്പ് ചേർക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർത്തു. ഇത് നമുക്ക് കൈകൊണ്ട് തന്നെ ഒന്ന് തിരുമ്മി യോജിപ്പിക്കാം കേട്ടോ. കൈകൊണ്ട് തിരുമ്മാൻ പോവാണ്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കാം. ഇതിൻ്റെ കൂട്ടത്തിൽ ഒരു ശകലം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. 1 ടീസ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് എല്ലാം കൂടെ കൈ കൊണ്ട് തന്നെ നമുക്ക് നന്നായിട്ട് തിരുമ്മി യോജിപ്പിക്കാം. ചക്കക്കുരു, ഉള്ളി, പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത്, കരിയാപ്പില, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ വിനീഗർ, 1 ടീസ്പൂൺ വിനീഗർ, അതുപോലെ തന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, ചിക്കൻ മസാല, ഇതെല്ലാം കൂടെ യോജിപ്പിച്ചിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിക്കാം. വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിക്കുകയാണ്.
വെള്ളം ഒഴിച്ചു. നമുക്ക് ഇതെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇത് നമ്മൾ ഇനിയും ഇത് അടപ്പിൽ വെച്ച് ഒരു 4 വിസിലടിക്കുക. അത് കഴിഞ്ഞ് നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മൾ എല്ലാം അടച്ചു വെച്ചു. ഒരു 4 വിസിലെങ്കിലും അടിക്കണം, നല്ലതായിട്ട് ചക്കക്കുരു വെന്ത് ഉടഞ്ഞ് കിട്ടുകയുള്ളൂ. നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. വിസിലടിക്കട്ടെ, അത് കഴിയുമ്പോൾ ഞാൻ തുറന്ന് കാണിക്കാം. നമ്മൾ 5 വിസിലടിച്ചു. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തു. നമ്മുടെ ഗ്യാസിൻ്റെ ആവിയൊക്കെ പോയി നമുക്കൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ മസാലയുടെ ടേസ്റ്റുള്ള നമ്മുടെ ചക്കക്കുരു മസാല, ചിക്കൻ മസാലയുടെ ടേസ്റ്റിൽ ചക്കക്കുരു ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നമുക്കൊന്നോട് നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. ചക്കക്കുരു നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് വെന്തിട്ടുണ്ട്, നല്ല ടേസ്റ്റാണ്. നമുക്കിതിനൊരു താളിപ്പും കൂടെ ചെയ്യാം. നമുക്കൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, ഉപ്പൊക്കെ ഉണ്ടോയെന്ന്. ഉപ്പും എല്ലാം ചെറിയ ചിക്കൻ കറിയുടെ ടേസ്റ്റാണ്. നമുക്ക് ഇനി അതിനകത്തോട്ടൊരു താളിപ്പ് ചെയ്യാം. താളിപ്പിനായിട്ട് ഇത് അടപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് ശകലം എണ്ണ ഒഴിച്ച് കൊടുക്കാം. എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. കടുകിട്ട് കൊടുക്കാം. കടുകിട്ട് കൊടുക്കുകയാണ്. പൊട്ടി ഇനി നമുക്ക് കരിയാപ്പില മുളക് ഇട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് ഒഴിച്ച് കൊടുക്കാം. അത് നമ്മുടെ സൂപ്പർ ചക്കക്കുരു ചിക്കൻ കറിയുടെ ടേസ്റ്റിൽ നല്ല മണമാണ്. ഇത് വെന്തപ്പോഴത്തേക്ക് ചിക്കൻ കറിയുടെ സ്മെല്ലിൽ നമുക്ക് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കാൻ പറ്റും. ഇറച്ചിയില്ലെങ്കിലും നമുക്കിത് ചിക്കൻ കറി പോലെ തന്നെ തോന്നും. ഈ വീഡിയോ കണ്ടതിൽ എല്ലാവർക്കും നന്ദി പറയുന്നു. നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയ നല്ല വീഡിയോസുമായിട്ട് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ദൈവസമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു. ഹാവ് എ വണ്ടർഫുൾ ഡേ. തേങ്ങക്കൊത്തൊക്കെ അതിനടിയിലുണ്ട്, കടിക്കാനായിട്ട് തേങ്ങക്കൊത്തും ഉണ്ട്. നല്ല ഇറച്ചിക്കറിയുടെ സെയിം ടേസ്റ്റാണ്. ഓക്കെ, ബൈ ബൈ. ഗോഡ് ബ്ലെസ് യു.